എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു പൗഡറാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഈ പൗഡർ നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ സ്വീറ്റ് ഡിഷായിട്ടും ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എൻ്റെ മകൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് ഡെയിലി കുറച്ച് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവൾ ഒരുപാട് അണ്ടർ വെയ്റ്റ് ആയിട്ട് പോയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇടയ്ക്കിടയ്ക്ക് മോണ്ടിസോറിലൊക്കെ പോയിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വയ്യാതൊക്കെ ആയിട്ട് കൊറോണ വന്നതിന് ശേഷം അവൾക്കിപ്പോൾ വെയിറ്റ് ഗെയിന് വളരെ കുറവാണ്. നല്ലൊരു വെയിറ്റ് വെച്ച് വന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കുറച്ച് പിസ്ത എടുത്തിട്ട് ഇത് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാണ്. അതിനു മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനിവിടെ കുറച്ച് പംകിൻ സീഡ്സും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അവൾക്കത് ട്രൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ സീഡ്സ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു വലിയ സ്പൂൺ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ ഒരു 100 ഗ്രാം പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒരു 50 to 100 ഗ്രാംസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിസ്ത ഇതുപോലെ ഷെല്ലില്ലാത്ത പിസ്ത, അൺസോൾട്ടഡ് ആയിട്ടുള്ള പിസ്തയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെടുത്ത് മാറ്റിയ ശേഷം ഞാൻ ഏകദേശം ഒരു 50 to 70 ഗ്രാമോളം ഞാൻ പച്ചക്കടല ആണ് എടുത്തിരിക്കുന്നത്, കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ ശേഷമായിരിക്കും ഇത് പൊടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ കുറച്ച് ഇതിലധികം ഒരുപാട് ഡ്രൈ ആയിരിക്കും റോസ്റ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുറച്ച് ബർഫി പോലെ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്വീറ്റ്നെസ്സിൽ തന്നെ ഒരു ഒരു നല്ലൊരു ഷേപ്പ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു മീഡിയം ലെവലിൽ മാത്രമാണ് ഈ പീനട്ട്സ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഞാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് തുടങ്ങി കേട്ടോ റോസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഈ പിസ്തയും അതുപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞ ശേഷമായിരിക്കും ഞാനത് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇത് പിന്നെ ഞാൻ ഇന്ന് ലഞ്ചിനുണ്ടാക്കിയ പനീർ കൊണ്ടുള്ള ഷെഷ്വാൻ പനീറാണ്. അത് നമ്മുടെ ചിങ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചുണ്ടാക്കിയതാണ്. അത് ഇൻസ്റ്റൻറ്റ് മിക്സ് ചിങ്സിൻ്റെ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചേർക്കാൻ പോകുന്നത് 100 ഗ്രാംസ് ആയിട്ടുള്ള വലിയ ബദാമാണ്. ഇപ്പം ഞാനിവിടെ വാങ്ങിക്കുന്നത് ഇവിടെ ബ്ലിങ്കിറ്റിൽ നിന്നാണ് പൊതുവെ എല്ലാ ഗ്രോസറീസും വാങ്ങിക്കുന്നത്. അതായിരിക്കും ടൈമൊന്നും എനിക്കധികമില്ല, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ പുറത്ത് പോകുന്നതിനേക്കാളും ഓൺലൈനായിട്ടാണ് ഷോപ്പിംഗ് ചെയ്യാറ്. അവസാനമായിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന 100 ഗ്രാമോളം വാൾനട്ട് ആണ്. 100 ഗ്രാം ഇല്ലെന്ന് തോന്നുന്നു, 100 ഗ്രാം പാക്കറ്റിന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 80 ഗ്രാമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് എടുത്ത് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാണ്. ഈ വാൾനട്ട് വറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓയിൽ കിനിയുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് അതിനകത്ത് കളർ ചേഞ്ച് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഞാൻ ഈ പൗഡർ ഫ്രിഡ്ജിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മിൽക്ക് ഷേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെ പൗഡർ ആക്കിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നീട് നമുക്ക് എന്ത് റെസിപ്പി വേണമെങ്കിലും ട്രൈ ചെയ്യാമല്ലോ. അങ്ങനെ വാൾനട്ടും നമ്മുടെ ലാസ്റ്റത്തെ ഡ്രൈ ഫ്രൂട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വാൾനട്ടായിരുന്നു. ചിയാ സീഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയാണെന്ന് കാണുന്നില്ല. ലാസ്റ്റ് നിമിഷം വരെ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. പിന്നെ ഞാൻ ഇത്രയും മതി എന്ന് കരുതി. ഇപ്പം തന്നെ ഇതെല്ലാം കൂടി പൊടിക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മുടെ ലാസ്റ്റത്തെ ഡ്രൈ ഫ്രൂട്ട് കൂടിയും ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം അതെല്ലാം കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇപ്പോൾ ഒരുവിധം എല്ലാം പാകത്തിന് തണുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പീനട്ടിൻ്റെയും അതുപോലെ പിസ്തയുടെയും ഒക്കെ ഷെല്ല് മാറ്റണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മറ്റു ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മിക്സിയുടെ ജാറിലായിട്ട് എടുത്തു വയ്ക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണല്ലോ. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി ഇതിൻ്റെ എല്ലാ ഷെല്ലും എടുത്ത് കളഞ്ഞ് നമ്മൾ അരിയൊക്കെ മോറുന്നത് പോലെ, അല്ലെങ്കിൽ അരിയിൽ പൊടിയൊക്കെ കളയുന്ന പോലെ ഞാൻ അതൊക്കെ തട്ടിക്കളഞ്ഞു. എന്നിട്ട് ഇതെല്ലാം
ഡ്രൈ ഫ്രൂട്ട്സും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇതൊരു 1 കിലോൻ്റെ ഒരു പിക്കിളിൻ്റെ എന്താ പറയുക ബോട്ടിലാണ്. അത് നിറയെ പൗഡർ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് എനിക്ക് പിന്നീട് ഇപ്പോൾ വേണമെങ്കിൽ പാലിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുക്കീസോ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ ബർഫിയോ ഒക്കെ പോലെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ആ പൊടിയിൽ ഒരല്പം പഞ്ചസാരയും നെയ്യും ഇട്ട് മിക്സിയിൽ കറക്കി എടുത്തപ്പോൾ ശേഷം ഞാൻ ഉണ്ടാക്കിയ ബർഫിയാണ്. എൻ്റെ മകളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്വീറ്റാണ് ബർഫി. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ബർഫി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഹോർലിക്സും ബൂസ്റ്റും വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പൊതുവെ നോർത്ത് ഇന്ത്യൻസൊക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.